മല്ലിപ്പൊടിയാണ് മെയിൻ. മല്ലിപ്പൊടി ഈസ് പ്ലേയിങ് എ ഇമ്പോർട്ടന്റ് റോൾ. ചപ്പാത്തി റൗണ്ടാണെന്ന് ആരോ പറഞ്ഞു. ആക്ഷേപ് പോവാം, ഞാൻ ഉണ്ടാക്കിയത്. ஹாய், வெல்கம் டு சாமோன் விஷன். எல்லாருக்கும் ஸ்வாகதம். அப்ப இன்னைக்கு ஹஸ்பண்ட் குக்கிங் சேலஞ்ச் தான் பார்க்க போறோம். சேலஞ்ச் ரெடியா? ஓகே, பார்க்கலாம். என்ன பண்றீங்க? അപ്പൊ ഇന്നത്തെ ഹസ്ബൻഡ് കുക്കിംഗ് ചാലഞ്ചിൽ നമ്മള് ഒരു സിമ്പിൾ ഡിഷ് ആട്ടോ. ചപ്പാത്തിയും കുറച്ച് നാടൻ ചിക്കൻ കറി നമുക്ക് പൊടിക്കല്ലേ. ஸோ சேலஞ்சோட ரெசிபி வந்து நான் தான் சொன்னேன். ஃபர்ஸ்ட் பிரியாணி சொன்னேன், சரி பாவ் சொல்லிட்டு சப்பாத்தி சிக்கன் கறி போதும் சொன்னேன். பார்க்கலாம் எப்படி செய்யறாருன்னு. ஃபர்ஸ்ட் டைம் நான் சாப்பிட போறேன். ക്ലീനിങ്ങാ? ക്ലീനിങ്, അതായത് ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണമെന്നോ, മാക്സിമം നമ്മൾ കുറച്ചു നേരം റണ്ണിങ് വാട്ടറിൽ ചിക്കൻ്റെ പീസ് വയ്ക്കണം. എന്നാലും അതിന്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും. ചിക്കൻ കഴുകി, അതായത് വെള്ളം നന്നായിട്ട് വാർത്തെടുക്കുക. ഇത് മാക്സിമം ഒന്ന് വാർത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പോയ്സണസ് സബ്സ്റ്റൻസ് ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ലൈറ്റ് ആയിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകും. അപ്പൊ കഴുകി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുക്ക് ചെയ്യാനുള്ള ഇത് ഇറങ്ങാം, ഫുൾ റെഡിയാക്കാം. അപ്പൊ നമ്മള് ചിക്കൻ ഫുള്ളായിട്ട് കഴുകി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമ്മള് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അവൾക്ക് ഭാര്യക്ക് വിശക്കണമെന്ന് പറഞ്ഞു. ശരി, അപ്പൊ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ ഏകദേശം രാത്രി സമയം 8 മണി ആവാറായി, ലൈറ്റ് ആയി പോയി. അപ്പൊ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോ ഫസ്റ്റ് നമുക്ക് ആ കഴുകി വെച്ച ചിക്കൻ ഫുള്ളായിട്ട് ഇടുക. നമ്മളെ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു കണക്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. കഴുകി വെച്ച ചിക്കൻ ഇട്ടിട്ട് വെള്ളം ലൈറ്റ് ആയിട്ട് ഒഴിച്ചാൽ മതി. എന്താ വെച്ചാ അതിന് നമ്മുടെ കഴുകിയ ചിക്കൻ നമുക്ക് വെള്ളം അങ്ങനെ വാർന്നു വരും. അപ്പൊ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കണതിന്റെ ആ കൂടെ തന്നെ നമ്മൾ മസാല ഇടണമെന്ന് ആവശ്യമില്ല. മസാല ഇടണം വേണ്ട, മസാല വേണ്ട, കാരം വേണമെന്നാ ചില്ലി പൗഡർ. അപ്പൊ ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അത് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അതിൽ നമുക്ക് അത് നന്നായിട്ട് പിടിക്കും. അപ്പൊ ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് പിടിക്കുമ്പോ ചിക്കനിൽ പിടിക്കും. കോമഡി കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി. എനിക്ക് ഞാൻ അളവൊക്കെ ചെറുതൊരു രസത്തിന് പറയും, നിങ്ങൾ ഇഷ്ടമുള്ള പോലത്തെ. നമ്മൾ ഈ അളവൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്റെ അളവ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് പറയാണെങ്കിൽ ചീത്ത. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടോളൂ. അത് മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ടോളൂ. കുഴപ്പമൊന്നുമില്ല, എത്ര വേണം ഇടാം, നമ്മള് കഴിക്കും. ചാലഞ്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ കഴിക്കും വേണം, അതാണ്. കൊഞ്ചമാത് സാപ്പിടുന്ന പോലെ കൊണ്ടു. മല്ലിപ്പൊടി കുറച്ചിടാൻ പോലും ഇപ്പൊ. അത് എനിക്ക് അമ്മ വന്നിട്ട് പോലും ഓർമ്മയുണ്ട്. ഇനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും മല്ലിപ്പൊടിയുടെ ആ ഒരു സ്മെല്ല് ഓളായി നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളതല്ല, നമ്മള് മറ്റേ ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയാണ് മെയിൻ. അവിടെ മല്ലിപ്പൊടി ഈസ് പ്ലേയിങ് എ ഇമ്പോർട്ടന്റ് റോൾ. പിന്നെ ഉപ്പ് എടുത്ത് ഇങ്ങനെ ഇടുമ്പോ അങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ கொஞ்சமா കയ്യിലെടുത്താൽ എത് ജാസ്തി ആയിരുന്നാലും സാപ്പിടலாம், ഉപ്പ് ജാസ്തി ആയിരുന്നാലും സാപ്പിടலாம். പ്ലീസ് നമ്മളൊന്നും നോക്കാൻ പാടില്ല. അതായത് ഇത് കല്ലുപ്പാണ്, അവള് വേണം, ഇത് കല്ലുപ്പാണ്. അപ്പുറത്തുള്ളവര് വേണ്ട എന്നൊക്കെ പറയും, പക്ഷെ നമ്മളൊരു അളവുണ്ടാവും. അതായത് അപ്പൊ ഇത്ര ഉണ്ട്, നമ്മൾ ഇത്ര ഇടില്ല. കല്ലുപ്പാണ്. അപ്പൊ ഇത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതില്ല. ഫുള്ളായിട്ട് ഇട്ടാൽ ചിലപ്പോ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് സത്യമാണ്. വേറെ എന്ത് അധികമായാലും ഉപ്പ് അധികമായ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് എന്തൊക്കെ ഇട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി ലൈറ്റ് ആയിട്ട് ഒരു പേരിന്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് വേവിക്കാം. വേവിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുക്കറിൽ വിസിലിടണം, ഉള്ളില് വാഷർ ഉണ്ടാവണം, പിന്നെ താഴെ സ്റ്റൗവില് നമ്മൾ തീ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വേവില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, അപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ,
അപ്പൊ നമുക്ക് അടക്കില്ലേ. വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ. ഇപ്പൊ എന്നെ വേണ്ട. അല്ല വെറുതെ ഒരു ഇല്ല വേണ്ട പ്ലീസ്. പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇല്ല വേണ്ട പ്ലീസ്. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എന്താണ് അവിടെ ഇവർക്ക് അറിയില്ല. വെളിച്ചെണ്ണ വെച്ചിട്ടൊരു കളിയുണ്ട്. അപ്പൊ ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ എല്ലാം ഇട്ട് സെറ്റ് ആക്കി. ഇനി അടുത്തത് നമുക്ക് ഇത് ചേർക്കാനുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി മുതലായവ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കാം. ഇത് വേവണമെങ്കിൽ ഇത് ഒരു വിസിൽ വെക്കാൻ പാടില്ല. ഒരു വിസിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കണ്ണെതാ എരിയുക? ഏയ് ഒട്ടും എരിയണേ ഇല്ല. നല്ല സുഖമുണ്ട്. ഇത് കൊടുക്കുമ്പോഴേ നല്ല സുഖം. സത്യം പറഞ്ഞ എരിയുണ്ട്. ஆனியனை வாஷ் பண்ண சொன்னா பிளேட்டை போய் வாஷ் பண்ணிட்டு வந்து. ഇതൊക്കെ ഉള്ളതന്നെ നമ്മളൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അപ്പൊ ഉള്ളി നന്നായിട്ട് കഴുകിയെടുക്കാം. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സംഭവം ഒന്നുമില്ല. ഞങ്ങള് കുക്കറ് ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കർ വെച്ചല്ലോ. അതിന്റെ വിസില് മാറ്റി വെച്ചു. അതായത് ഞാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഞാനിന്ന് മാറ്റി വെച്ചു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഉള്ളി നന്നായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ. അപ്പൊ കുക്കറിന്റെ വിസില് നല്ല ഗംഭീരായിട്ട് വന്നു. ഇനി അടുത്തത് നമുക്ക് ഉള്ളി നമുക്ക് മാക്സിമം നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. എന്നാലേ ആ വഴറ്റുമ്പോ നല്ലൊരു ഇത്. അപ്പൊ നമ്മള് പ്രൊഫഷണൽ കുക്കൊന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ടൈം ലാപ്സ് അല്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് സ്പീഡായിട്ട് അരിയാൻ ട്രൈ ചെയ്യാണ്. പക്ഷെ കിട്ടില്ല. അപ്പൊ നമ്മള് ഉള്ളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ചാ ഇത് ഞാൻ വിസിൽ എടുത്തു കഴിഞ്ഞിട്ടോ. എന്താ വെച്ചാൽ കൂടുതൽ വേവായ ഉടഞ്ഞു. അപ്പൊ നമുക്ക് തുറക്കണം. അടിപൊളി നല്ല സ്മെല്ലിട്ട. അപ്പൊ അടുത്ത് നമുക്ക് ഒരു കടായി, അതായത് ചീനച്ചട്ടി പറയാം, അതെടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് நான் சொல்ல மாட்டேன். எல்லாமே நீங்க தான் ലൈറ്റർ എടുത്ത് ഇവിടെ ഒളിപ്പിച്ചു. ലൈറ്റർ കിട്ടി. ലൈറ്റർ ഇത് ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെക്കണം. ഓവർ ചൂടാവും. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ അതെടുത്തിട്ട് നമ്മള് അളവിന് ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാനിപ്പോ എത്ര ഒഴിക്കുന്ന വെച്ചാൽ നമുക്കൊരു 2 കിലോ ചിക്കന് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ അല്ല വരുത് 3 ടേബിൾ സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂണേ കാണോ? അതൊക്കെ നമ്മള് അളവിൽ ഒഴിച്ചു കൊടുക്കും. കുറച്ചും കൂടി ഇത്ര മതിയോ? ഓ ഇത് നമുക്ക് ഒരു 8 എണ്ണം ഇടാം. ഒരു കണക്ക് വെച്ച് ഇടുതന്നെ. 1 2 5 6 7 8 9 10. അടിപൊളി. കാണിച്ചില്ല, തുറന്നിട്ട് കാണിച്ചത്. തുറക്കം കിട്ടും. കണ്ട അരിഞ്ഞിരിക്കുന്ന കണ്ടാ അതാണ്. അതാ ജാറിന് ഞാൻ കുറ്റം പറയുന്നുള്ളൂ. അപ്പൊ ഇത് അരിഞ്ഞ് നമ്മള് സെറ്റായി വരുമ്പോ നമ്മളെ വെളിച്ചെണ്ണ ചൂടായി നല്ല മണമൊക്കെ വെച്ച് ഫസ്റ്റ് തന്നെ ഉള്ളി ഇടാൻ പാടില്ല. ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ വറുത്ത്
ചൂടായി കൊണ്ടിരിക്കും ലൈറ്റ്. എന്നിട്ട് അതിട്ടൊരു ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ആ ഇഞ്ചി ഇങ്ങനെ ഇട്ടുണ്ടല്ലോ, ഒരു ആത്മതൃപ്തി ഉണ്ട്, ഭയങ്കര സംഭവം. ഇത് ലൈറ്റ് ആയിട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ ആ ഇഞ്ചിന്റെയും പച്ചമുളകിന്റെ പച്ചമുളകിന്റെ മാത്രമേ. ഞാൻ പറയുമ്പോ ഫേസ് റിയാക്ഷൻ വെച്ച് നിങ്ങൾ ഞാൻ ചെപ്പാണെന്ന് വിചാരിക്കരുത്, ഒരു രസം വേണ്ടി പറയുന്നത്. അടുത്ത് ചെറിയുള്ളി ഇട്ടോ. ചെറിയുള്ളി നമ്മൾ ലൈറ്റ് ആയിട്ട് ഇടണം, അത് അതിന്റെ ടേസ്റ്റ് നമുക്ക് മാറ്റി കിട്ടും. ഞാൻ വേറെ കറി വെക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ അത് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെല്ലുള്ളി ഇടണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ നിങ്ങള് ഇപ്പൊ എന്റെ ഭാര്യ നോക്കി ചിരിച്ചിട്ട് പറയും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ഉപ്പ് ഇടാൻ പാടില്ല. ഉപ്പ് പോടണം. അതായത് ഉപ്പ് വേണമെങ്കിൽ നമ്മള് ഉള്ളി എന്താ ആ കളർ മാറാൻ വേണ്ടി ഇടാം, പക്ഷെ ഉപ്പ് ഇപ്പൊ ശരിയല്ല. എന്താ വെച്ചാൽ നമ്മള് ചിക്കനിൽ ഇട്ടിരിക്കുന്നത് കല്ലുപ്പാണ്. അപ്പൊ ആ കല്ലുപ്പിന്റെ ക്വാളിറ്റി എന്താ പറയുക, അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇടേണ്ടത്. അപ്പൊ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ട് എത്ര മൊരിഞ്ഞായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആ കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കൻ എടുത്ത് ഇടുക, അത്രേ ഉള്ളൂ. അவ்வளவுதானா? അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവങ്ങളുണ്ട്. മെല്ലെ ഇറക്കി കൊടുക്കണം, ഓവറായിട്ട് ഇറക്കാൻ പാടില്ല. ரொம்ப மெதுவா வேண்டாம், വിശക്കുമ്പോഴാണ് ടേസ്റ്റ് അറിയില്ല, നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും, ആണ് അതിന്റെ ഒരു ഐഡിയ. അപ്പൊ നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി അടുത്തത് മുളക് പൊടി ഇട്ടോ. മുളക് പൊടി നോക്കിയിടണം, ഓവർ എരിവ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ പഠിക്കണത് എന്താണ്. ഇട്ട് കഴിഞ്ഞിട്ടോ നീ മല്ലിപ്പൊടി ലൈറ്റ് ആയിട്ട് പേരിന് ലൈറ്റ് ആയിട്ട് ഇടാൻ പാടുള്ളൂ. അത് ഫസ്റ്റ് കല്ലുപ്പിട്ടല്ലോ, ഇനി പൊടിപ്പിട്ട് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇളക്കി ഒന്ന് നല്ല ഇളക്കിയിട്ട് മൂടി വെക്കുക. നമ്മൾ മൂടി വെക്കണം, മൂടി വെച്ചാൽ കറക്റ്റ് സെറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കൊരു ചെറിയ പിടുത്തമുള്ളൂ, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചപ്പാത്തി വന്നാ ശരി. അപ്പൊ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാം. ഇതൊരു 5 സ്പൂൺ കഴിഞ്ഞിട്ട് ഉപ്പിടണം. ഉപ്പ് നമുക്ക് ഇതില് ഒരു 1/2 സ്പൂൺ ഇട്ടാ പോയി. 5 കൊഞ്ചം 1/2 സ്പൂൺ ഉപ്പ് ഇട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ മെല്ലല്ലേ വെള്ളം ഒഴിക്കണ്ടേ, ഇല്ലെങ്കിൽ ചിലപ്പോ ഓവർ വെള്ളമായ തീരും. അപ്പൊ പിന്നെ പൊടിക്ക് വെള്ളം, വെള്ളത്തിന് പൊടി, പൊടിന് വെള്ളം, വെള്ളത്തിന് പൊടി എന്ന് പറഞ്ഞിട്ട് പോയി ചിക്കൻ തിളച്ച് മറിയണത് കണ്ടാ. ഇതെന്തെങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ ആവോ? அது அப்படி ஆகும். நல்லா தண்ணி ஈக்குவலா இருந்துச்சுன்னா பரவாயில்ல. கொஞ்சம் കുറച്ചും കൂടി വെള്ളമാവല്ലേ? ரொம்ப கொஞ்சம் கீழே. ஸ்மெல்லாம் நல்லா தான் இருக்கு. സ്മെല്ല് മാത്രമല്ല മോളെ, ടേസ്റ്റ് അടിപൊളിയായിരിക്കും. நான் வேற எக்ஸ்பெக்ட் பண்ணேன், பரவாயில்ல. കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പൊ ചപ്പാത്തി അതിന്റെ നമ്മൾ ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഇനി അത് ഉരുട്ടിയെടുക്കാൻ പോട്ടോ. ഉരുട്ടിയെടുക്കുന്നത് എങ്ങനെ വെച്ചാ ഇങ്ങനെ ഒരു പീസ് എടുക്കും. റൗണ്ട് വരുമ്പോ ചപ്പാത്തി റൗണ്ട് ആണെന്ന് ആരോ പറഞ്ഞു. ചപ്പാത്തി റൗണ്ട് അല്ല, പിന്നെ റൗണ്ട് ആയിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ഇടുന്നു. ചപ്പാത്തി റൗണ്ട് ആയിട്ട് ഉണ്ടാക്കണമെന്നില്ല, എന്താ ഷേപ്പിലാണ് ഉണ്ടാക്കി. എനിക്ക് എന്ത് ഷേപ്പ് വേണ്ട, ഹാർട്ട് ഷേപ്പ് വേണം ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഉരുട്ടി കഴിഞ്ഞ്
ഇത് കുറച്ചിങ്ങനെ പൊടിയെടുത്ത് വിതറി മലൈച്ചാറൽ പോൽ ഇങ്ങനെ തേക്കുക. എന്നിട്ട് നമ്മളെ ഈ ഇതെടുത്തിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയ അപ്പൊ തന്നെ കണ്ടോ റൗണ്ട് വന്നു നീ ചോദിച്ച റൗണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണ ദിവസം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എക്സസൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പുഷപ്പ് മാത്രം അടിച്ചിട്ട് നേരെ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല. ബാക്കിയുള്ള കഴിവൊക്കെ നമ്മൾ ഇതിൽ തെളിയിക്കണം. ചിക്കൻ റെഡി ആയിട്ടു. അതായത് നമുക്ക് ഈ നാടൻ ചിക്കൻ കറി നമുക്ക് പേര് വെക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇതിങ്ങനെ കത്തിയിൽ അരിഞ്ഞിടാൻ പാടുള്ളൂ. കത്തിയിൽ അരിഞ്ഞിട്ടാ അതിന്റെ ഒരു സ്റ്റൈൽ പോയി. നമ്മള് കത്തിങ്ങനെ വലിയ വലിയ ഈ ചെഫുകളൊക്കെ ഇടുന്നില്ല. അങ്ങനെ ഇട്ടിട്ട് മൂടി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ചപ്പാത്തിയൊക്കെ ആ ഷേപ്പിൽ റൗണ്ടിൽ കൊണ്ടിട്ടുണ്ടോ? അതായത് റൗണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതാ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ അടുത്ത് ചപ്പാത്തി ഇങ്ങനെ ചൂടാ. എന്നിട്ടിങ്ങനെ അടുത്ത് മറച്ചിടുക. ഇങ്ങനെ അമർത്തി കൊടുക്കണം വെറുതെ ഒരു രസത്തിന്. ഈ ആഡിലൊക്കെ കാണിക്കുന്ന പോലെ അങ്ങനെ പൊന്തിയൊന്നും വരില്ല. ഞാൻ കറക്റ്റ് കൺസിസ്റ്റൻസിയിലല്ലേ ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ പൊന്തി വരാതിരിക്കാൻ ട്രൈ ചെയ്യും. ഇത് കരിഞ്ഞതല്ലേ? അതാ സ്മെല്ല് വരുന്നു. കരിഞ്ഞ സ്മെല്ലല്ല, ആ ചപ്പാത്തി വെന്ത സ്മെല്ല്. കറക്റ്റ് കൺസിസ്റ്റൻസി എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആക്കും. അപ്പൊ ചിക്കൻ ഗ്രേവിയോ? സത്യമായിട്ട് പറയണം കേട്ടോ, എന്റെ മേലുള്ള സ്നേഹം കൊണ്ട് നുണ പറയരുത്. അത് കണ്ടിപ്പാ. சூப்பரா இருக்கு. நன்னாயிண்டோ? ஸோ குக்கிங் சேலஞ்ச் எப்படியோ முடிஞ்சது. பட் ரொம்ப நல்லா இருந்துச்சு நான் எக்ஸ்பெக்ட் பண்ணதை விட. சப்பாத்தி சாஃப்டாக இருந்துச்சு, ஹார்டாக இல்லை. நான் ஹார்டாக இருக்கும்னு நினச்சேன், பட் ஹார்டாக இல்லை, நல்லா சாஃப்டாக இருந்துச்சு. கிரேவியில் கொஞ்சம் காரம் போட்டிருக்கலாம் சிக்கன் கிரேவிங்கிறதுனால, மற்றபடி சூப்பராக இருந்துச்சு நிஜமாக. ചാലഞ്ച് പൊളിച്ചടക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാനും കഴിച്ചു, കുഴപ്പമില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇനിയും ചാലഞ്ചസും കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. സോ ലൈക്ക്, ഷെയർ, comment and subscribe to Sam on Vision. Thank you. Bye.